അതേ ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമസ് എഴുതിയിട്ട് വന്നു. ഈഴവനും പുലയനും നായർക്കും നമ്പൂരിക്കും പറയാനും എല്ലാം വീട്ടിൽ കുടി ആരാധന, അപ്പോൾ കുടിവെച്ച് ആരാധിക്കുക. പി ഗോവിന്ദപ്പിള്ള അവസാന കാലത്ത് ഖുറാൻ വായിച്ച് രസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് മാതൃഭൂമിയിൽ. ഒരാൾ ബാലൻ നായർ എന്ന പേര് മാറ്റാതെ ക്രിസ്തുവിനെ സ്തുതിച്ചാൽ അതിനല്ലേ മാർക്കറ്റ് കൂടുതൽ. അതെ, അതാണ് അവർ പരീക്ഷിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അത്തരം പരീക്ഷണങ്ങൾ നടത്താൻ പണം വാങ്ങി ഞാൻ പറയുന്നില്ല, പക്ഷേ സോഷ്യൽ പ്രഷർ ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ മേലെയും പിന്നെ ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമത ഛേദനം എഴുതി. അതേ ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമത എഴുതിയിട്ട് വന്നു, എഴുതി. അപ്പോൾ ഒരു സോഷ്യൽ പ്രഷർ കൊടുക്കുന്നതിൽ നമ്പർ 1 കാത്തലിക് ചേർച്ചാണ്. അപ്പോൾ അവരെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ തീരെ മൈൻഡ് ചെയ്യാതൊരു മഠം അവിടെ നിലനിൽക്കില്ല. ക്രിസ്മസ് എങ്കിലും ആഘോഷിക്കണം, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. കാരണം അപ്പം പ്രശ്നം വരും. നമ്മൾ വിചാരിക്കുന്നതല്ല, വളരെ സട്ടിൽ സോഷ്യൽ പ്രഷറാണത്. ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള പ്രഷറും വെട്ടിക്കൊല്ലുന്നത് രണ്ടാണ്. വെട്ടിക്കൊല്ലുന്നത് കുറച്ചുകൂടെ നല്ലവനായിരിക്കും, മറ്റത് അവനെ വേവിച്ച് കൊല്ലുകയാണ്, കൊല്ലാതെ കൊല്ലുക. അപ്പോൾ ഹിന്ദുക്കളെ ജാതി വിഭാഗങ്ങളാക്കി തിരിച്ചിട്ട് അവ തമ്മിൽ എന്തോ ഐക്യമില്ലെന്നും അവയൊക്കെ അമ്പലത്തിൽ പോയിരുന്നവരാണെന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. ഈഴവനും പുലയനും നായർക്കും നമ്പൂരിക്കും പറയാനും എല്ലാം വീട്ടിൽ കുടി ആരാധന, അപ്പോൾ കുടിവെച്ച് ആരാധിക്കുക. ഇപ്പോൾ പിതൃക്കളെ തന്നെ കുടിവെച്ച് ആരാധിക്കുക. കുരിയാല എന്ന് പറയുന്നതിന് കുരിയാല വെച്ച് പല വിഭാഗങ്ങൾ ആര്യന്മാരുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ള ആരാധനക്കാർക്ക് വീട്ടിലുള്ള ആരാധനയാണ് പ്രഥമം എല്ലാവർക്കും, ഹിന്ദുക്കൾക്ക്. ക്ഷേത്രം എന്നത് ഒരു സാമൂഹിക കാലഘട്ടത്തിൻ്റെ ഒരു സാമൂഹിക പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. എല്ലാവരും ക്ഷേത്രത്തിൽ പോയിരുന്നവരല്ല. ബ്രാഹ്മണർ ക്ഷേത്രം എന്നത് പ്രതിമ ആരാധന അധമമാണെന്ന് കരുതുന്നവരാണ്. അവർ വീട്ടിൽ ഇല്ലത്തെ ദേവാരം, ഇല്ലത്തെ ഭഗവതി അല്ലെ ഇല്ലത്തെ കൃഷ്ണൻ, അങ്ങനെയല്ലേ, അതൊക്കെ മാറി വന്നത് ഈ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ നാരായണ ഗുരു അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എഴുതിയെന്ന് എനിക്കും അനുകമ്പ ദശകം പോലൊരു നാരായണ ഗുരുവിൻ്റെ മഹത്വത്തിന് ചേരാത്തൊരു കൃതി അദ്ദേഹം എഴുതിയെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. പി ഗോവിന്ദപ്പിള്ള CPMൻ്റെ വളരെ വലിയ ദാർശനിക മഹത്വമുള്ള ആളാണ് കണക്കാക്കപ്പെടുന്നത്. പി ഗോവിന്ദപ്പിള്ള അവസാന കാലത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടത് പൂന്താനത്തിൻ്റെ ഭക്തികാവ്യങ്ങളെയാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത്, പൂന്താനത്തിൻ്റെ ഭക്തികാവ്യങ്ങൾ ആകൃഷ്ടനാണെന്ന് അദ്ദേഹം പറഞ്ഞ ഇൻ്റർവ്യൂ കിടപ്പുണ്ട്, വീഡിയോ. പി ഗോവിന്ദപ്പിള്ള മരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാതൃഭൂമിയിൽ വന്ന ലേഖനം എന്തെന്നറിയോ? പി ഗോവിന്ദപ്പിള്ള അവസാന കാലത്ത് ഖുറാൻ വായിച്ച് രസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് മാതൃഭൂമിയിൽ. അപ്പോൾ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ പണ്ട് കോഴിക്കോട് നായന്മാരെ പത്രമൊന്നും നായന്മാരുടെ മാഗസിൻ എന്നറിയപ്പെടുന്നത്. ആ മാതൃഭൂമി നായന്മാരെ മുമ്പിൽ അല്ലെങ്കിൽ വീരേന്ദ്രകുമാറിനോ അല്ലെങ്കിൽ ഹിന്ദു ജൈന നാമധാരികളെ മുമ്പിൽ വെച്ചുകൊണ്ട് ആരുടെ അജണ്ടയാണ് അവിടെ എഴുതിക്കൊണ്ടിരുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ നിഷ്കളങ്കരായ വായിക്കോ പി ഗോവിന്ദപ്പിള്ള അവസാന കാലത്ത് ഇസ്ലാമിനെ സ്വീകരിച്ച രീതിയിലാണ് എഴുതി ഇൻ്റർവ്യൂ വന്നത്. ആ ഇൻ്റർവ്യൂ പി ഗോവിന്ദപ്പിള്ള കൊടുത്താണെന്നുള്ള തെളിവ് പോലുമില്ല.